ഹലോ ഗായ്സ്, അപ്പോൾ ലൈവിൽ ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു. ടാസ്കിൻ്റെ വീഡിയോസ് അവിടെ എല്ലാ കണ്ടസ്റ്റൻറ്റിനെയും കാണിച്ചതാണ്. അപ്പോൾ അതിൽ കൂടുതലും മനീഷ് ഏട്ടനെ കുറിച്ച് കാണിച്ചതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ മുഖങ്ങളിലും മനീഷ് ഏട്ടനെ പിടിക്കുന്നു, ചിരിക്കുന്നു. അനുമോളുടെ മുഖം ഒരുമാതിരില്ല കടന്തിൽ കുത്തിയാണ് ഇരിപ്പുണ്ട്. തിരിച്ച് വന്നതിന് ശേഷം പ്രവീണുമായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. കണ്ടില്ലേ, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്നും മനസ്സിലായില്ലേ? മനീഷ് ഏട്ടനാണ് കപ്പ് എന്ന് പറയുവാണ്. അപ്പം അപ്പം പറഞ്ഞു, ആര് പറഞ്ഞു? ഇവിടെ വന്ന കുറച്ച് കണ്ടസ്റ്റൻറ്റ് പറഞ്ഞു, കുറച്ച് പേര് പറഞ്ഞു എനിക്കാണ്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പറയുകയാണ്, പിന്നെ പി ആറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ അപ്പോൾ പ്രവീൺ ചോദിച്ചു, നിൻ്റെ പി ആറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാൻ പി ആർ കൊടുത്തത് അവർ വന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും പി ആർ കൊടുക്കുന്ന എല്ലാവരും ഒക്കെ കൊടുക്കാറുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വിന്നറായിട്ടുള്ള ആൾക്കാരൊക്കെ കൊടുത്തു. അപ്പോൾ അത് കാരണം പി ആർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആതിരയാണ് പി ആർ കൊടുത്തിരിക്കുന്നത്, ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആർക്ക് വേണമെങ്കിലും കൊടുത്തോളാൻ, അങ്ങനെയാണ് അവരെ പി ആറിനെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ പി ആർ വെച്ചാണ് ജയിക്കുന്നത് എന്ന് ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. ഇനി 4 ദിവസമേ ഉള്ളൂ. ഞാൻ പി ആർ കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് എന്ന് വളരെ കോൺഫിഡൻസോട് കൂടി പറയുകയാണ് ഒരു കണ്ടസ്റ്റൻറ്റ്. നമ്മൾ ജനങ്ങളെ പൊട്ടന്മാരൊക്കെ ഈ ഷോയുടെ ക്രെഡിബിലിറ്റി എന്താവും? ഞാൻ പി ആർ കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, അതിന് എമൗണ്ടൊക്കെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ചെന്ന് കൊടുക്കും എന്നുള്ളതായിരിക്കും. കാരണം വേറെ ഇവരെ 2 ഫ്രണ്ടുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, ആര്യയും ആതിരയും. അപ്പോൾ ആതിര വഴിയാണെന്നും കൂടി വ്യക്തമായിട്ട് ലൈവിൽ പറയുകയാണ് ഞാൻ പി ആർ കൊടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. കൊള്ളാം, നല്ല കാര്യം. ഒരു സാധാരണക്കാരൻ അവിടെ കളിക്കുന്നുണ്ട്, അയാൾക്ക് പി ആർ ഉണ്ടോ എന്ന് ബിഗ് ബോസ് അന്വേഷിക്കട്ടെ, എന്നിട്ട് അയാളെ ജയിപ്പിച്ചാൽ മതി. എന്തായാലും ഈ ഒരു ആൾ ജയിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ നഷ്ടമാവുകയാണ് ഗൈസ്. എന്തായാലും നോക്കാം.